ഇവിടെ ഇത് അരീക്കാടാണല്ലോ. എന്തൊക്കെ ഇൻകിലാബ് നടന്ന സ്ഥലം അത് അറിയാലോ. പഴയകാല കഥകളിലേക്കൊന്നും നമ്മൾ പോകണ്ടല്ലോ. അരീക്കാട് എന്ന് പറയുമ്പോ തന്നെ കുറെ ഇബാറത്തുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരുമല്ലോ. ആ മുക്കി മുക്കി എന്തൊക്കെയോ ഉണ്ട്. നമ്മളിപ്പോ അവർക്കൊന്നും കടക്കണില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മർഹൂം KK അബൂബക്കർ ഹസ്രത്ത് ഉസ്താദ് അവരായിരുന്നല്ലോ ഒരു പക്ഷത്തുണ്ടായിരുന്നത്. ഇപ്പുറത്തോ ശിഷ്യനാണ് ഉണ്ടായിരുന്നത്. കേട്ടില്ലേ? നമുക്ക് കുഞ്ഞേമ്മ അന്ന് ഉസ്താദിനെ കുതിരാക്കി പറഞ്ഞാണ്ട്, എടാ കുഞ്ഞാപ്പോ എന്തൊക്കെ ഉണ്ടില്ലേ? ഒന്നുമില്ല. അതിൽ AP ഉസ്താദ് സത്യസന്ധനാണെന്നും ഉസ്താദിന്റെ ഭാഗത്ത് ഹക്കുണ്ടെന്നും ഉസ്താദ് അമുക്കിയിട്ടില്ല എന്നും ഇന്നലെ കാട്ടുകള്ളൻ നൗഷാദ് പ്രസംഗിച്ച് കേട്ടില്ലേ? EK ഉസ്താദാണെന്ന് കൂടെ നിന്ന്. അപ്പോൾ ഈ ഇതിനൊക്കെ കൂട്ടുന്ന ആളായോ ശംസുലുലമ? ആരാടാ? അത് ഞാൻ കിട്ടിച്ചരാ. മാത്രമല്ല മടവൂർ കാഫിലിയിൽ ഷീമിലുള്ളായി താമസിച്ച വീടാണല്ലോ മൂപ്പൻ്റെ വീട്. ആ മൂപ്പൻ്റെ മോൻ അയാൾ പറഞ്ഞിട്ടില്ല ചങ്ങായി. സീമലിലായി പറഞ്ഞിട്ട് കേട്ടോ? ഈ എന്തടിസ്ഥാനത്ത് പറഞ്ഞാടാ നമുക്ക് ഇതൊക്കെ? ഇതൊക്കെ അത്ര വലുപ്പുണ്ടല്ലോ. ഇന്ന് നൗഷാദ് പ്രസംഗിച്ചു, അത് ഞാൻ കേൾപ്പിച്ചുതരാം. മാത്രമല്ല മൂപ്പൻ്റെ മകൻ പറഞ്ഞു കേട്ടോളി. ഇല്ല എന്തൊക്കെയുണ്ട്. അപ്പുറത്ത് ഉസ്താദായിരുന്നു, ഇപ്പുറത്തോ ശിഷ്യനായിരുന്നു. ആ ശിഷ്യൻ്റെ കൂടെ ആരാ ഉണ്ടായിട്ടുണ്ട്? ശംസുലുലമ ഉണ്ടായിരുന്ന കാട്ടുകള്ളൻ നൗഷാദ് എന്ന് പറഞ്ഞേ. അപ്പോൾ ശംസുലുലമ അങ്ങനെ കളവിന് കൂട്ടിക്കുവോ? എന്തൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൂട്ടിക്കുവോ? അങ്ങനെ കൂട്ടിക്കുന്ന ആളായിരുന്നോ ശംസുലുലമ? AP ഉസ്താദ് പരിശുദ്ധനായതുകൊണ്ടാണ് ശംസുലുലമക്ക് അത് അറിയാം. ഇജി പറഞ്ഞ മാതിരിയല്ല. ഇപ്പം ഇതിലെന്താ ഉസ്താദിനെ കള്ളനാക്കാൻ വേണ്ടിയിട്ടല്ലേ ശ്രമിച്ചത്? ഇത് മുമ്പ് അരീക്കാട് വെച്ച് പറഞ്ഞതാ. എന്നാൽ ഇന്ന് അരീക്കോട് വെച്ച് കാട്ടുകള്ളൻ നൗഷാദ് പറഞ്ഞത് കേട്ടോളി. എന്നിട്ട് ഞാൻ മറ്റോ കേൾപ്പിച്ചുതരാം. എന്നൊക്കെ അരീക്കാട് പള്ളി പ്രശ്നം നടക്കുമ്പോ എല്ലാവരും എതിരായ സമയം കൈപിടിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ഈ സമൂഹത്തിന് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ വിവാദത്തിൽ കരുത്ത് നൽകിയ പണ്ഡിതൻ ശംസുൽ ഉലമ EK ഉസ്താദ് അവറുകളാണ്. കേട്ടില്ല കാട്ടുകള്ളൻ നൗഷാദ് പറഞ്ഞത്? കാട്ടുകള്ളൻ കുഞ്ഞമ്മ എന്താ പറഞ്ഞത്? സമസ്താന്റെ വൈസ് പ്രസിഡന്റ് അപ്പുറത്ത്, ഇപ്പുറത്തോ ശിഷ്യനായിരുന്നു. ഈ ശിഷ്യൻ മാത്രമല്ല ശംസുലുലമയുടെയും കൂടെ. മനസ്സിലാക്കിക്കോ. ശംസുലുലമ ഈ ഇതിനൊക്കെ കൂട്ടുന്ന ആളായോ? പറടാ കാട്ടുകള്ള മറുപടി. എന്തെങ്കിലും വിളിച്ചിട്ടാ പോരടോ. ഇത് എന്റെ അടിസ്ഥാനത്തിലാടാ ഉസ്താദിനെ പറ്റി AP ഉസ്താദിനെ പറ്റി അങ്ങനെ പറഞ്ഞത്? കള്ള കൈതേ. ഈ കളവിനും ഈ ഇതിനൊക്കെ ശംസുലുലമ കൂട്ടുന്നു എന്നല്ലേ ഇപ്പൊ അന്ന് പറഞ്ഞേ? ശംസുലുലമ ഉണ്ടായിരുന്നു, ശംസുലുലമ കൂട്ടിക്കുവോ? അപ്പൊ AP ഉസ്താദ് പരിശുദ്ധനാണ്, സത്യസന്ധനാണ് എന്നറിയണത് കൊണ്ടാണ് ശംസുലുലമ കൂടെ കൂട്ടിയത്. മാത്രമല്ല അഞ്ഞ് CM വലിയതായി പറഞ്ഞു എന്ന് പറഞ്ഞ് കേട്ടോളി. അപ്പൊ കാട്ടുകള്ള കുഞ്ഞമ്മ പറഞ്ഞ് കച്ചെന്നോണല്ലേ? ആരെ പ്രീതിപ്പെടുത്താണ്ടാ കള്ള ഹംകേജ് എന്നാ പറഞ്ഞേ? ഇനി ആ മൂപ്പന്റെ മകൻ പറഞ്ഞേട്ടോളി. AP ഉസ്താദ് ഷെയ്ഖുനടുത്ത് വരുന്ന കാലമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാലമാണ്? എൻ്റെ ഓർമ്മയുള്ളത് ഞാൻ പറഞ്ഞുതരാം. അരീക്കാട് പള്ളീൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. AP ഉസ്താദ് കട്ട് എന്നൊക്കെ പറഞ്ഞ് അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ AP ഉസ്താദും അവേലത്ത് കുഞ്ഞി സീതിക്കോയത്തങ്ങൾ ഒരു മാഷും, ഏത് മാഷ പേരൊന്നും എനിക്കറിയില്ല, ആ ഹസറത്തിൽ ബഹുമാനപ്പെട്ടവരെ ഹസറത്തിൽ ഞാനും ഉണ്ട് കാക്കുംപാത്ത്. അപ്പം എല്ലാ രേഖകളുമായിട്ടാണ് വന്നത്. അപ്പം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അതൊന്നും ആവശ്യമില്ല, നിങ്ങൾ കട്ടിട്ടുമില്ല, നിങ്ങളെ ഞാൻ നോക്കും, നിങ്ങൾ നയിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് കൊടുത്ത പൈസ കൊടുത്ത ആള് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ കേട്ട അറിവ് ശരിയാണെങ്കിൽ, കുലൈബ് എന്ന് പറഞ്ഞൊരു അറബിയായിട്ടാണ്. ആ അറബി സുഖമില്ലാതെ കെടുക്കുക എന്നൊക്കെ ഞാൻ കേട്ടു. പക്ഷെ ആ കുലൈബിനെ ഹയാത്താകുകയും ആ കള്ളത്തരം വെളിവാകുകയും ചെയ്തു. ബഹുമാനപ്പെട്ട കുത്തുബുൽ ആലം AP ഉസ്താദിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. CM വലിയുള്ളാഹി AP ഉസ്താദിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതിനുശേഷം AP ഉസ്താദ് വരുമ്പോൾ എത്രയോ പ്രാവശ്യം ഞാനുണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് ക്ഷീണവും കുഴക്കും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം AP ഉസ്താദിനോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ കോടാനക്കോടി ഷിഹറുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാഹിര്യങ്ങൾ. ആരൊക്കെയാണ് അറിയോ? പല പേരുകളും പറഞ്ഞു, പാണര്, പുലയര്, ചെറുമര് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾ. അതൊക്കെയും ഞാൻ ഇവിടെ നിന്ന് ബാത്തിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് ഞാൻ ഇരുത്തുണ്ട്. അതിനുശേഷം വീണ്ടും വന്ന് ഡയറക്റ്റ് കേട്ടതാ. അതിനുശേഷം വീണ്ടും വന്നപ്പം പറഞ്ഞ് അതേമാതിരി തന്നെ കോടാനക്കോടി സിഹറുകളുണ്ട്, അതൊക്കെ ഞാൻ ഇപ്പോൾ ബാത്തിലാക്കുന്നില്ല, സാഹിര്യങ്ങളുടെ തല വെട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ. കാട്ടുകളൻ നമുക്ക് കുഞ്ഞമ്മേ കേട്ടോ, പഠിച്ചോ? നിങ്ങൾ കട്ടിട്ടില്ല, നിങ്ങളെ ഞാൻ നോക്കും. അത് പറഞ്ഞത് ആരോടോ? മഹാനായ CM വലിയുള്ളാഹി. അത് അന്നും ഇന്നും എന്നും നോക്കുന്നുണ്ട്. മനസ്സിലാക്കിക്കോ. നിങ്ങളൊരു കള്ളന്മാരെ ചുറും അങ്ങോട്ട് ഇരിക്കില്ല. അല്ലാഹു തആല ആ കാവൽ അന്നും ഇന്നും
എന്നും നിൽക്കട്ടെ മഹാനായ സീമലുള്ളാന്റെ. അത് എല്ലാ കാലത്തും ഉണ്ട് അഹംക്കാളെ, അത് മനസ്സിലാക്കിക്കോ. എന്നിട്ട് അങ്ങനെ അമുക്കി മുക്കി എന്തൊക്കെയുണ്ട്, ഞാൻ പൈക്ക് കിടക്കണില്ല എന്നും പറഞ്ഞിട്ടേ ഇതെന്താ മനസ്സിലാക്കിയത്? പാർച്ച നോണിയും പറഞ്ഞാണ്ട് AP ഉസ്താദിനെ കള്ളനാക്കാൻ നോക്കിയില്ലേ? കേട്ട് പഠിച്ചോ. എൻ്റെ മടവൂർ കാപ്പിലെ നിഷേധിക്കാൻ കഴിയും എനിക്ക്. ഈ മടവൂർ കാപ്പിലിനെ പറ്റി പറഞ്ഞ് ഞമ്മളെടുത്തുണ്ട്, അത് മനസ്സിലാക്കിക്കോ. നിങ്ങൾ കാട്ടുകള്ളന്മാർ പറഞ്ഞ തന്നെ, കാട്ടുകള്ളൻ സമ്മതം തന്നെ പറഞ്ഞാൽ ഞാൻ എടുത്ത് വെച്ചിരുന്നു. സനത് എത്ര ക്ലിയർ ആങ്ങായേ. മടവൂർ കാഫില എന്ന ചാനലിന്റെ പ്രയാണം അനസ്യൂതം അനവരതം അത് തുടരുക തന്നെ ചെയ്യും.